Hi children, how are you? Are you fine? Let me introduce myself. I am Shrija, your English teacher. Today we are going to discuss a new topic, degrees of comparison. There are three types of degrees of comparison in English grammar. First one is positive degree, second one is comparative degree, and the third one is superlative degree. ഇംഗ്ലീഷ് ഗ്രാമറിൽ സാധാരണയായി 3 തരത്തിലുള്ള ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആണ് ഉള്ളത്. ഒന്നാമത്തത് പോസിറ്റീവ് ഡിഗ്രി, രണ്ടാമത്തത് കമ്പാരിറ്റീവ് ഡിഗ്രി, മൂന്നാമത്തത് സൂപ്പർലേറ്റീവ് ഡിഗ്രി. യൂഷ്വലി ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ യൂസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് അഡ്ജക്റ്റീവ്സ് ആൻഡ് ആഡ്വേർബ്സ്. അഡ്ജക്റ്റീവും ആഡ്വേർബും എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് യൂസ് ടു ഡിസ്ക്രൈബ് ദ ക്വാളിറ്റി ഓഫ് എ നൗൺ. നാമത്തെ വിശേഷിപ്പിക്കാനായി ഉപയോഗിക്കുന്നതാണ് നാമവിശേഷണം അഥവാ അഡ്ജക്റ്റീവ്. അതുപോലെ തന്നെ ക്രിയയെ വിശേഷിപ്പിക്കാനായി ഉപയോഗിക്കുന്നതാണ് ക്രിയാവിശേഷണം. നൗ ലെറ്റ് us start with positive degree. Positive degree. Here are some examples of positive degree. Ramu is tall. Sugar is sweet. Deepu runs faster. All these are examples of positive degree. ഈ 3 വാക്കുകളും സെന്റൻസുകളും പോസിറ്റീവ് ഡിഗ്രിക്ക് ഉദാഹരണങ്ങളാണ്. ഇവിടെ നോക്കൂ. രാമു ഇസ് ടോൾ, ഷുഗർ ഇസ് സ്വീറ്റ്, ദീപു റൺസ് ഫാസ്റ്റ്. ഇത് രണ്ടും ടോൾ എന്നുള്ളതും സ്വീറ്റ് എന്നുള്ളതും അഡ്ജക്റ്റീവിന് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ റൺസ് ഫാസ്റ്റ് എന്നുള്ളത് ആഡ്വേർബിന് ഉദാഹരണമാണ്. The second one is comparative degree. In comparative degree, we compare one people with another person and also one thing with another thing. ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയുമായോ അതല്ലെങ്കിൽ ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവുമായോ താരതമ്യം ചെയ്യുമ്പോഴാണ് നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നത്. ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവുമായോ അതല്ലെങ്കിൽ ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയുമായോ താരതമ്യം ചെയ്യാനാണ് നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നത്. In comparative degree, here is some examples. Elephant is bigger than a cow. Sugar is sweeter than milk. Ramu runs faster than Deepu. All these are examples. Another person and also one thing with another thing. ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയുമായോ അതല്ലെങ്കിൽ ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവുമായോ താരതമ്യം ചെയ്യുമ്പോഴാണ് നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നത്. ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവുമായോ അതല്ലെങ്കിൽ ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയുമായോ താരതമ്യം ചെയ്യാനാണ് നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നത്. In comparative degree, here is some examples. Elephant is bigger than a cow. Sugar is sweeter than milk. Ramu runs faster than Deepu. All these are examples of comparative degree. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? Elephant is bigger. Sugar is sweeter. Ramu runs faster. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. When we use comparative degree, we add ER. We add ER along with the adjective and adverb. ആഡ്വേർബിനോടും അഡ്ജക്റ്റീവിനോടും കൂടി നമ്മൾ ER എന്ന് കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ സെന്റൻസിൽ നമ്മൾ than എന്ന് ചേർക്കുകയും വേണം. We add ER along with the adjective and adverb and also we add than in comparative degree. ഇതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം. Look at these examples. Geeta is more beautiful than Ammu. Anu is more intelligent than Deepa. These are also examples of comparative degree. ഈ 2 സെന്റൻസും കമ്പാരിറ്റീവ് ഡിഗ്രിക്ക് ഉദാഹരണങ്ങളാണ്. പക്ഷേ നമ്മൾ ഇവിടെ എന്താ ഉപയോഗിച്ചത്? മോർ ബ്യൂട്ടിഫുൾ, മോർ ഇന്റലിജന്റ്. In certain while using
ഇൻ കമ്പാരിറ്റീവ് ഡിഗ്രി സാധാരണയായിട്ട് ചില സെന്റൻസ് ആഡ്ജക്റ്റീവിന്റെയും ആഡ്വർബിന്റെയും കൂടെ നമുക്ക് ER എന്ന് ചേർക്കാൻ പറ്റില്ല. വി കനോട്ട് ആഡ് ER along with certain adjectives and adverbs. അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ മോർ എന്ന് ചേർക്കുകയാണ് ചെയ്യുന്നത്. ERന് പകരം മോർ എന്ന് ചേർക്കുന്നു, ദാൻ ആദ്യത്തെ പോലെ തന്നെ. Let us discuss superlative degree. In superlative degree, we compare one person with more than one person and one thing with more than two things. ഒരു വസ്തുവിനെ ഒന്നിൽ കൂടുതൽ വസ്തുക്കളുമായി താരതമ്യം ചെയ്യാം. അതേപോലെ തന്നെ ഒരു വ്യക്തിയെ ഒന്നിൽ കൂടുതൽ വ്യക്തികളുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് നാം സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾസ് ഓഫ് superlative degree. Elephant is the biggest animal in the land. Kiran is the tallest boy in the class. Deepa is the smallest girl in the family. All these are examples of superlative degree. ഈ മൂന്നെണ്ണം സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് ഉദാഹരണങ്ങളാണ്. ഇവിടെ നാം എന്താ ചെയ്തത്? ബിഗ്ഗസ്റ്റ്, ടോളസ്റ്റ്, സ്മോളസ്റ്റ്. We add EST. We add EST with the adjective. Adjectiveനോട് കൂടി നമ്മൾ EST എന്ന് ചേർക്കുന്നു. Adjectiveനോട് കൂടി മാത്രമല്ല EST ചേർക്കുക, adverb വന്നാലും നമ്മൾ അവിടെ EST ആണ് ചേർക്കുന്നത്. അതേപോലെ തന്നെ we add the along with the sentence. We add the. Elephant is the biggest animal. Kiran is the tallest boy. Deepa is the smallest girl. All these are examples of superlative degree. Look at this sentence. Ammu is the most beautiful girl in the class. Appu is the most intelligent boy in the class. Geeta drives the most carefully in the heavy traffic. All these are examples of superlative degree. ഇതില് നമ്മൾ സാധാരണ മുൻപ് പറഞ്ഞു EST എന്നാണ് നമ്മൾ ചേർത്തിരുന്നത്. അഡ്ജക്റ്റീവിനോടും ആഡ്വേർബിന്റെയും കൂടെ EST എന്നാണ് നമ്മൾ ചേർത്തിരുന്നത്. പക്ഷെ ചില ആഡ്വേർബിനോടും അഡ്ജക്റ്റീവിനോടും കൂടി നമുക്ക് EST എന്ന് ചേർക്കാൻ പറ്റുകയില്ല. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ അഡ്ജക്റ്റീവിന്റെയും ആഡ്വേർബിന്റെയും തൊട്ടു മുന്നിലായി the most എന്ന് ചേർക്കും. അതാണ് ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. The most beautiful girl in the class. The most intelligent boy in the class. The most Geeta drives the most carefully in heavy traffic. All these are examples of superlative degree. Now let us conclude. Degrees of comparison is divided into three types: positive degree, comparative degree, and superlative degree. This sentence, Appu is tall. This is an example of positive degree. Here, we are not at all comparing Appu with any other person. The next one is example of comparative degree. Appu is taller than Ramu. Here we add ER to the adjective tall and also we add than. നമ്മൾ tall എന്ന adjectiveന്റെ കൂടെ ER എന്ന് ചേർക്കുകയും അതേസമയം than എന്ന് ചേർക്കുകയും ചെയ്തു. This is an example of comparative degree. The last one is example of superlative degree. Appu is the tallest boy in the class. Here we are comparing Appu with more than one person. We are comparing Appu with all the class students of the class. ക്ലാസ്സിലെ എല്ലാ കുട്ടികളുമായാണ് അപ്പുവിനെ നമ്മൾ താരതമ്യം ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ടോൾ എന്ന adjectiveന്റെ കൂടെ EST എന്ന് ചേർക്കുന്നു, ഒപ്പം തന്നെ ദ എന്ന് ചേർക്കുകയും ചെയ്യുന്നു. Appu is the tallest boy in the class. Here are some examples of degrees of comparison.
Tall, taller, tallest. This is positive degree, comparative degree, superlative degree. Happy, happier, happiest. Strong, stronger, strongest. Important, more important, most important. Difficult, more difficult, most difficult. Intelligent, more intelligent, most intelligent. ഇനി ഇവിടെ ടോൾ, ഹാപ്പി, സ്ട്രോങ് എന്നീ അഡ്ജക്റ്റീവ്സിന്റെ കൂടെ നമ്മൾ ER എന്നും EST എന്നുമാണ് കമ്പാരറ്റീവ് ഡിഗ്രിയിലും സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലും ചേർക്കുന്നത്. അതേസമയം ഇമ്പോർട്ടന്റ്, മോർ ഇമ്പോർട്ടന്റ്, മോസ്റ്റ് ഇമ്പോർട്ടന്റ്, ഡിഫിക്കൾട്ട്, മോർ ഡിഫിക്കൾട്ട്, മോസ്റ്റ് ഡിഫിക്കൾട്ട്, ഇന്റലിജന്റ്, മോർ ഇന്റലിജന്റ്, മോസ്റ്റ് ഇന്റലിജന്റ്. ഇത് ഇങ്ങനെയാണ് ഇങ്ങനെ മോസ്റ്റും മോറും വരിക എന്നുള്ളതിന് ഒരു സൂത്രമുണ്ട്. അതെന്താ വെച്ചാല് നമ്മൾ ഒറ്റ ശ്വാസത്തിൽ പറയണ വാക്കുകളാണ് ടോൾ, ഹാപ്പി, പ്രെറ്റി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്മോൾ. ഇതൊക്കെ ഒരൊറ്റ ശ്വാസത്തിൽ പറയാൻ പറ്റുന്ന വാക്കുകളാണ്. ഇത്തരം വാക്കുകളുടെ കൂടെ നമ്മൾ ER എന്നും EST എന്നും ചേർക്കും. കമ്പാരറ്റീവ് ഡിഗ്രിയിൽ ER ചേർക്കും, സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ EST ചേർക്കും. അതേസമയം ഇമ്പോർട്ടന്റ്, ഡിഫിക്കൾട്ട്, ഇന്റലിജന്റ് അത് ഒറ്റ സ്ട്രെച്ചില് ഒറ്റ ശ്വാസത്തിൽ ഇങ്ങനെ പറയാൻ പറ്റില്ല. കുറച്ച് നീളം കൂടിയ വാക്കുകളാണ്. അത്തരം വാക്കുകളുടെ കൂടെയാണ് നമ്മൾ കമ്പാരറ്റീവ് ഡിഗ്രിയിൽ മോർ എന്ന് ചേർക്കുകയും സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ മോസ്റ്റ് എന്ന് ചേർക്കുകയും ചെയ്യുന്നത്. ഇതൊരു സൂത്രം മാത്രമാണ്. അത് നിങ്ങളുടെ മനസ്സിലിരുന്നോട്ടെ.